ഞങ്ങളുടെ മോണിറ്ററിൽ തെളിയുന്നു. 1 2 3 ഗോ. എന്തായാലും താങ്ക് യു സോ മച്ച് പൂവിനും ടെച്ചറിനും. പാട്ടും നീ നന്നായി പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത്. അമൃത TV സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ ആങ്കറായ പാർവതി ബാബുവാണ് ഞങ്ങളുടെ ഈ ഒരു ടെലിവിഷൻ അവാർഡ്സ് അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിലെ മികച്ച ആങ്കർ. പ്രശംസാപത്രം നൽകുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ ഫോർ ധർമ്മപ്രിയ ഫിനാൻസ് കമ്പനി മിസ്സസ് സെൽവി ശിവകുമാർ വിളിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാണ് മാമിനെ. ഒപ്പം തന്നെ കേരള വിഷനെ ഭാഗത്ത് നിന്നും റെപ്രസെന്റ് ചെയ്ത സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി PB സുരേഷ് COA അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് സാദരം ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ മികച്ച അവതാരയ്ക്കുള്ള അവാർഡാണ് ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ മെമന്റോയും ടാപ്പി നൽകുന്ന ഗിഫ്റ്റും നൽകാൻ പോകുന്നത് നരയനാണ്. സോ നരയൻ, പ്ലീസ് ഡു ദി ഓണർ. ടാപ്പി നൽകുന്ന ഗിഫ്റ്റും കൂടി സോ. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് മിസ്സസ് സെൽവി ശിവകുമാർ ആണ്. മാം ആണ് പ്രശംസാപത്രം സമ്മാനിക്കുന്നത്. ചെയർപേഴ്സൺ ഫോർ ധർമ്മപ്രിയ ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞങ്ങളുടെ പ്രശംസാപത്രം സമ്മാനിക്കുന്നു. ഞങ്ങളുടെ കേരള വിഷന്റെ ഉപഹാരം സമർപ്പിക്കുന്നു PB സുരേഷ് COA സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. യെസ് പാർവതി, സോ ഹാപ്പി ഫോർ യു. എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? കാരണം ഒരു മികച്ച അവതാരയ്ക്കുള്ള അവാർഡൊക്കെ നേടി നിൽക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ. എങ്ങനെ തോന്നുന്നു? ആങ്കറിംഗ് ടഫ് ആണോ, ഈസി ആയിട്ട് തോന്നുന്നു? വാട്ട് യു ഫീൽ? എല്ലാ ജോബിനും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ജോബ് ചെയ്യുന്നത്. പിന്നെ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കേരള വിഷൻ ഇങ്ങനൊരു നോമിനേഷൻ കാറ്റഗറിയിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ. ആൻഡ് ഓൾസോ ഇതൊരു വോട്ടിംഗ് ഇതായിരുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പറയാണ് ഞാൻ. കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മളെ ആ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ എന്നെ ഏറ്റെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ താങ്ക്സ് ടു അമൃത TV ആൻഡ് ഓൾസോ സൂപ്പർ സ്റ്റാർ. ബിക്കോസ് ചേച്ചിക്ക് മനസ്സിലാവും, നമ്മളൊരു ഷോ ചെയ്യണ സമയത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് നമ്മളായി തന്നെ ഒരു ഷോ ചെയ്യാൻ പറ്റുമ്പോഴാണ് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ സതീഷ് ഏട്ടൻ അതിൻ്റെ ഹോൾ ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനായി തന്നെയാണ് ആ ഷോ ചെയ്യാനുള്ളൊരു ഫ്രീഡം എനിക്ക് തന്നിട്ടുള്ളത്. ആൻഡ് താങ്ക്സ് ടു സതീഷ് ഏട്ടൻ ആൻഡ് ഓൾസോ ദ ഹോൾ ടീം. അപ്പോൾ ഈ ഒരു അവാർഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഹോൾ ക്രൂവിന് ഞാൻ ഈ ഒരു അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഈ ഒരു അവാർഡ് നൈറ്റിൽ നരേന്റെ കയ്യിൽ നിന്നാണ് അവാർഡ് മേടിച്ചിരിക്കുന്നത്. ഒരു 2 വരി പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാടും? 2 വരി പാട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട. ചേച്ചി, ഞാൻ പാട്ട് പാടാറില്ല. പക്ഷേ നരേൻ ചേട്ടൻ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാഹസ മൂവിയുടെ സമയത്താണ് ഞാൻ ചേട്ടൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ബ്ലെസ്ഡ്. എന്നാലും ഒരു 2 വരി ഏതെങ്കിലും, കാരണം ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ നമുക്കറിയാം. സോ യു ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ വോയിസ്. എനിത്തിങ് ഇസ് ഫൈൻ. എനി സോങ്. എനിക്ക് പാടാൻ അറിയില്ല. എനിവേസ് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടും നരേൻ ചേട്ടൻ പാടുന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ ഒരു 2 വരി പാടാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൈയടിക്കോ? കൈയടിയിലെങ്കിലും എൻ്റെ ആ ശബ്ദം ഒന്നും പയ്യെ മുങ്ങിപ്പോട്ടെ. നരേൻ ചേട്ടൻ്റെ ആ ഒരു സോങ് തന്നെ നമുക്ക് പാടാം. ഓക്കെ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ എൻ്റെ പോട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. താങ്ക് യു സോ മച്ച്. ഇപ്പോഴാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത്. കാരണം നരയൻ നിൽക്കുമ്പോൾ ഈ പാട്ടിന്റെ ഒരു ഓറ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദിയിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. ചേച്ചി, എന്തായാലും നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നതും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് മൈ ഡിയർ, എല്ലാ ട്രോളുകളും ഏറ്റുവാങ്ങുക, മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ എല്ലാ ഡിഗ്നിറ്ററീസിനും നന്ദി പറയുന്നു. നരയൻ ഒരു അവാർഡും കൂടെ കൊടുക്കാനുണ്ട്. ആ ഒരു ടൈമും കൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്. 3ാമത്തെ അവാർഡിലേക്ക് ഞങ്ങൾ കടക്കുന്നു. അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ ആണ്. ഏറ്റവും മികച്ച ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ